അടുത്തുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട്. ഇനിയും കൂടി അടിച്ചു പോകാം, അതും കൂടി അടിച്ചു പോട്ടെ. നല്ല ഇല്ലേ, മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിലിട്ടോളൂ. അപ്പൊ ഞാൻ നമ്മളുടെ ഞരമ്പ് നാഡീവ്യൂഹത്തെയോ കിഡ്നിയെയോ ലിവറിനെയോ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമസ്കാരം. ഷാജിദ ഷാജി. അതിനു മുമ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ഒരു വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും കൂടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഷാജിദ ഷാജിയെ കുറിച്ചാണ്. ഈ ഷാജിദ ഷാജിയെ കുറിച്ച് അറിയാത്തവരായിട്ട് എനിക്കൊന്നും ആരും കാണത്തില്ല. എങ്കിലും ഒരു ചെറിയൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ 5 കുട്ടികളുടെ ഉമ്മയാണ്. ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അതിനുശേഷം കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. അതിനേക്ക് നമുക്ക് വിടാം. ഇപ്പോ എന്ത് ചെയ്തു, അവർ ലേറ്റസ്റ്റ് ആയിട്ട് സ്വന്തം അമ്മ ചട്ടിയിട്ടുകൊണ്ട് പിന്നെ ചാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ തന്നെ അശ്ലീല വീഡിയോകളൊക്കെ എന്ത് ചെയ്തു, ഈ യൂട്യൂബ് വഴി പ്രചരിപ്പിച്ച് അതുവഴി ക്യാഷ് ഉണ്ടാക്കും. ഇപ്പൊ അവരുടെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, ലൈവ് വരിക, അവിടെ തെറി വിളിക്കാത്തതാണ്. പൂരെ തെറി വിളിച്ച് കൊച്ചു പിള്ളേരെ കൊണ്ട്, പ്രായപൂർത്തിയാക്കാത്ത കൊച്ചു കുട്ടികളെ കൊണ്ട് മറ്റുള്ളവരെ തെറി വിളിപ്പിക്കുക. അതൊക്കെ എന്തോ ഒരു മഹത്വവൽക്കരിച്ച് കാണുക. എന്റെ മക്കളെ ഞാൻ ഇങ്ങനെയാണ് വളർത്തുന്നത്, അവർ നാളെ തന്നെ വെട്ടും എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കുക. അതൊക്കെ പോട്ടെ, അത് വേറൊരു വിഷയം. ഞാനിവിടെ പറയാൻ വന്ന മറ്റൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഈ സീരിയസ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഷാജിദ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇത് മുമ്പൊക്കെ ഈ ഷാജിദയുടെ വീഡിയോ നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ അത് വിട്ടതാ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, 5 കുട്ടികളുടെ ഉമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ടതാ. പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു വിഷയം വഴി ഉമ്മയുടെ ജട്ടി പ്രദർശനമൊക്കെ ബന്ധപ്പെട്ടാണ് ഇവരുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. ഞെട്ടിക്കുന്ന മറ്റൊരു കേസ്, ഇവരൊരു വൈറ്റനിങ് ക്രീം, അതായത് രാത്രി ഇട്ട് പിന്നെ കിടക്കാനുള്ള ഒരു വൈറ്റനിങ് ക്രീം ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചാണ് ഈ വീഡിയോ. എന്തുമാത്രം ഗുരുതരമായ ഒരു കുറ്റമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ ദോഷ ഫലങ്ങൾ, ഇത് പുരട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇനി ഷാജിദ ഷാജിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിനൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം ഈ പറയുന്ന എന്താണ് ഈ ക്രീം, ഈ ക്രീമിനെ കുറിച്ച് ഷാജിദ ഷാജി തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് ആദ്യം ഇവിടെ ഇടാം. ഓക്കെ, മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം. അപ്പൊ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യാം. നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ. അപ്പൊ ഞാനൊന്നത് തേച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം എന്നാ പറയുന്നത്. അതായത് പണ്ട് നമുക്കറിയാമല്ലോ, വെളുത്തിട്ട് പാറാം എന്ന് പറഞ്ഞ ഒരു സംഭവം. അത് ഇതുപോലുള്ള ഒരു കെമിക്കൽ പരമായിട്ടൊരു സാധനം ഇറക്കുകയും പലർക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാവുകയും അവസാനം അവന്റെ പേരിൽ കേസ് എടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ വെളുത്തിട്ട് പാറാം എന്നുള്ള ക്രീം. അതിനെ അനുകരിച്ചുകൊണ്ട് ഇവിടെ ആ വെളുത്തിട്ട് പാറാം എന്നുള്ളതിനെ മാറ്റിക്കൊണ്ട് ചന്തം കൊണ്ട് ചിന്താം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 പൈസയുടെ വിവരമോ വിദ്യാഭ്യാസമോ മൂളയോ ഇല്ലാത്ത ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന സാധനം വന്ന് പ്രൊമോട്ട് ചെയ്യുക. എന്ത് ധൈര്യം നോക്കി വന്നിരുന്ന് പ്രൊമോട്ട്. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് അവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കിഡ്നിക്ക് വരാതെ പ്രോബ്ലം ആണെന്ന് സയന്റിഫിക്കലി തെളിയിച്ചിട്ട് പോലും ഇതുപോലത്തെ ഒരു അഡ്രസ്സും ലൈസൻസോ ഒരു തേങ്ങയും ഇല്ലാത്ത ഒരു സാധനത്തെ ഇവിടെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ, ഇത് പുരട്ടി കഴിഞ്ഞാൽ ത്വക്ക് നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അവയവമാണ് ത്വക്ക്. ആ ത്വക്കിൽ രാത്രി പുരട്ടിക്കൊണ്ട് കിടക്കുന്ന ക്രീം ഒരിക്കലും ഒരു ക്രീമും രാത്രി ഉടനീളം പുരട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇവർ പുരട്ടണ കണ്ടു കഴിഞ്ഞാൽ ഒരു ലോഡാ കുമ്മായം എടുത്ത് ഈ പറയുന്ന മുഖത്ത് പുരട്ടും പോലെയാ ഇവർ കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പുരട്ടിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ, നാളെ രാവിലെ എടുത്ത് വാഷ് ചെയ്താൽ മതി, നിങ്ങൾ വെളുത്തിട്ട് പാറാം, എന്തൊന്ന് ചന്തം കൊണ്ട് ചിന്താം എന്നൊക്കെ ഈ ഒരു 5 പൈസയുടെ മൂലമില്ലാത്ത ഇവള് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ കിഡ്നിയുടെ കേസ്, അതായത് കിഡ്നി ഫെയിലിയർ ആവും എന്ന് ഇവൾക്ക് അറിയാം. അതിന് ഇവള് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ഇവിടെ നിങ്ങൾ കേൾക്കണം. ഉറങ്ങി മോനെ, അവനക്ക് പനിയാണ് മോനെ, അവനക്ക് വയ്യ, പനിയാണ് ഓന് മരുന്ന് തേച്ചിട്ട് കിടന്ന്. ഇങ്ങനെ തേച്ചാൽ കിഡ്നി അടിച്ചു പോകും താത്താണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ, അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നിയും കൂടി അടിച്ചു പോകാനുള്ള, അതും കൂടി അടിച്ചു പോട്ടെ. നല്ല ഇല്ലേ, ആകെ അടിച്ചു പോകാനുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പൂസായി പോട്ടെ. മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി. മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി. അപ്പോൾ ഞാൻ മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി നമ്മൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന മണ്ടന്മാരായ വിദ്യാഭ്യാസം ലെവലേശമില്ലാത്ത കുറെ ഉണ്ടല്ലോ, ഇവൾക്ക് പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങുന്നത്. നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് ഇട്ടോളൂ. അവൾ പറയുന്നുണ്ട്, മനസ്സിലായ, കിഡ്നി അടിച്ചു പോണെങ്കിൽ പോട്ടെ, എനിക്കിനി ചാവാൻ ഭയമില്ല.
അതായത് ഇതുപോലുള്ള ഉഡായിപ്പ് വേലകൾ കാണിച്ച് മനുഷ്യരെ പറ്റിച്ച് എന്ത് ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സാധനം ഇവരുടെ ഇതിന്റെ പേര് മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം എന്നായിരുന്നു. ഇതിനെ കുറച്ച് ആൾക്കാർ എന്ന് വെച്ചാൽ ഗൾഫിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഇവർക്ക് ഓർഡർ വരുന്നത്. അങ്ങനെ കുറച്ച് ഡെവലപ്പ് ആയപ്പോൾ ഇവള് ഷാജിദ ചെയ്ത മറ്റൊരു കേസ്, ഇതിന്റെ പേരങ്ങ് മാറ്റി, ഈ മോക്സിയുടെ പേര് മാറ്റി സ്വന്തം പേരങ്ങ് ഇട്ടു. അതായത് ഷാജി നൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പേരിട്ടു. നിങ്ങൾ നോക്കണം എന്തുമാത്രം വലിയ ഒരു ഗുരുതരമായ കുറ്റമാണ്, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന ഷാജിദ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് തന്നെ അറിയത്തില്ല. ഇനി ആ പേര് മാറ്റിയ സാധനം ഞാൻ ഇവിടെ കൊടുക്കാം. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ 2 ക്രീമും ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് 70 രൂപ. പിന്നെ കർണാടക ഇങ്ങനെ കണ്ടോ, ഷാജി ബ്യൂട്ടി ക്രീം, പുതിയ പേര്. നിങ്ങൾ ഒരു സാധനം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഏതാണെന്ന് അറിഞ്ഞൂടാ എന്ന് സ്വന്തം സ്വമേധയെ തന്റെ പേരിട്ട് മറ്റു മനുഷ്യരിലേക്ക് ഇവർ പ്രൊമോട്ട് ചെയ്യാണ്. നിങ്ങൾ ഇത് ഇട്ടുകൊണ്ടിരുന്നോ? ഇതിന് എന്ത് ലൈസൻസ് നിനക്കുള്ളത്? എന്ത് ആധികാരികതയിലാണ് നീ പറയുന്നത്? ഏതെങ്കിലും ഒരു ക്രീം എടുത്ത് സ്വന്തം പേരിട്ട് ഇറക്കാം എന്നുള്ള ഒരു സാധനമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഉള്ളത് തന്നെ ഈ ഒരു കേസ് ഇതുവരെ ഷാജി കിടന്ന് കളിച്ച കളിയല്ല ഇത്. ഷാജി ഉള്ളേ പോകും, ഉറപ്പായിട്ട് ഇത് ജയിലിനകത്ത് കിടക്കും. കാരണം അത്രയ്ക്ക് വലിയൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ക്രീമുകാർ പലവരെയും കണ്ടെത്തി അവർക്ക് എന്ത് ചെയ്തു, ഈ പറയുന്ന ഇതുപോലെ കുറെ പ്രലോഭനങ്ങൾ നൽകി നിങ്ങൾ വിൽക്കൂ, ഇത്ര ശതമാനം നീക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഒരുപാട് വിറ്റയക്കുന്നുണ്ട്. ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമ്മുടെ ഡോക്ടർ ഭാസ്കർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പുള്ളിയുടെ വീഡിയോ പോയി കാണാം. ദ ക്രിട്ടിക് ഭാസ്കർ എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. അതിനകത്ത് കംപ്ലീറ്റ് നോക്കണം. പുള്ളി ഇതിനെ കുറിച്ച് പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ. ഒരു ഫേഷ്യൽ ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ഫേഷ്യൽ ക്രീമുകൾ വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത്, അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെങ്കിൽ അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവർ രോഗം ക്ഷണിച്ച് വരുത്തുകയാണ്. അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, ഹെയർ സ്ട്രൈറ്റനിങ്, ഇതൊക്കെ ക്രീമും. ഇതൊക്കെ ഈ കുടികട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, ആർസനിക്, കാഡ്മിയം, നിക്കല്, ഹൈഡ്രോക്വിനോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഇത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് സ്ട്രൈറ്റനിങ് ക്രീമിനകത്തും. അപ്പോൾ ഇത് എന്താ പറ്റുന്നത്, ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാഡീവ്യൂഹത്തെയോ കിഡ്നിയെയോ ലിവറിനെയോ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയൊരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചില ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു. ഇതിന് പേര് പോലുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മെർക്കുറി, ഹൈഡ്രോക്വിനോൺസ്, അല്ലെ നിക്കൽ, കാഡ്മിയം, ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അല്ലെങ്കിൽ ഹൈഡ്രോക്വിനോൺ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറുപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം മെലാനിന്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എൽ തൈറോസിൽ നിന്നും ഈ മെലാനിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈം വേണം, തൈറോസിനീസ് എന്ന് പറയുന്ന എൻസൈമിനെ. ഈ എൻസൈമിനെ ഇല്ലാതാക്കുക, ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുന്നത്, മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്താണ്, നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറുലസിനെ, അതായത് അരിപ്പയെ ബാധിക്കും. അത് ദോഷകരമായിട്ട് ബാധിക്കും. നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും. നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും. അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യൂഹത്തിൽ ഇത് ബാധിക്കും. ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പം ഓർമ്മക്കുറവ്, വിറയല്, ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇപ്പൊ ഈ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല. പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ, കുൽസിത പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര്, അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസിയും, പുള്ളി പറഞ്ഞ സർക്കാരും ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസിയും ഇവൾക്കെതിരായിട്ട് ഒരു നിയമ നടപടി എടുക്കണം എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന ഇവരുടെ വീഡിയോ ഉൾപ്പെടെ ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഷാജിദ നീ പെടും. കാരണം നീ കളിച്ച കളിയല്ല, നിനക്ക് എന്തോ ഒരു പിരിയിളകി നടക്കുക, എന്തോ ഒരു പിരിവെട്ട് നടക്കുകയാണ്. ഞാൻ എന്തോ ആണ്, എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്ത് തേങ്ങയും ചെയ്യാം, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് തുണിയാവത്തിട്ട് ഞാൻ കളിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
എന്റെ ഭർത്താവ് ചത്ത് നല്ലത് തന്നെ ആർക്ക് നഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ എവിടെയോ എന്തോ വിട്ട് എന്തോ വലുത് സംഭവിച്ചതുപോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് മറ്റുള്ളവരുടെ ആരോഗ്യ നില വെച്ച് പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് ശാസ്ത്രീയ വശങ്ങൾ പറയുന്നുണ്ട്. കിഡ്നി അടിച്ചു പോകും എന്നുള്ളതിന് രണ്ട് തരമില്ല. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കുക, ഇത് നിരന്തരം ലോങ് ടൈം നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും. ഇത് ശാസ്ത്രീയമായി തെളിയിച്ച കേസാണ്. ഈ പറയുന്ന വെളുത്തിട്ട് മാറാം എന്നുള്ള സംഭവം തേച്ചുകൊണ്ട് പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതിനെതിരെ കേസെടുത്ത് പുള്ളി ജയിലിലുമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഷാജിദ നീ പെടും, നീ ജയിലിൽ കിടക്കും. കാരണം പെടണം. കാരണം ഒരു 5 വയസ്സിന്റെ മൂളയോ വിദ്യാഭ്യാസമോ കുറെ അഹങ്കാരവും ഈ പറയുന്ന കുറെ വിടുവായ്ത്തരവും കുറെ അശ്ലീലം പറച്ചിലും മാത്രമല്ലാതെ എനിക്ക് ഒരു തേങ്ങയെ അറിയത്തില്ല. മനസ്സിലായോ? ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് എന്തും ചെയ്ത് യൂട്യൂബ് വഴി ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള എന്റെ ഒരു ധാരണയുണ്ടല്ലോ, അത് ഇതോടുകൂടി അതിലൊരു തട വീണോളും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.